അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ഇപ്പോൾ റഫീഖ് പറഞ്ഞതുപോലെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ ഇങ്ങനെ ഒരു ടൗൺഷിപ്പിന്റെ നിർമ്മാണം നടക്കുമ്പോൾ ഒരുപാട് സംഘടനകൾ, വ്യക്തികൾ, രാഷ്ട്രീയ പാർട്ടികളൊക്കെയും സംഭാവനകൾ നൽകിയിട്ടുണ്ട്, വീടുകൾ വെച്ച് നൽകാൻ ഒക്കെ മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരും ഇതൊക്കെ ഞങ്ങളുടേതാണ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയും ഇതുവരെ കേട്ടിട്ടില്ല. കോൺഗ്രസ് അങ്ങനെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ പറയുമ്പോഴാണ് ആ കണക്കുകളുടെ പ്രശ്നം വരുന്നത്. അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ആകെ 410 വീടുകളാണ് ആ ടൗൺഷിപ്പിലുള്ളത്. അതിൽ 300 ഞങ്ങൾ വെച്ച് കൊടുക്കുന്നതാണ് എന്ന് വി ഡി സതീശൻ പറയുന്നു. സർക്കാർ നിർമ്മിക്കുന്ന വീടുകളുടെ 250 എണ്ണത്തിന്റെ വാർപ്പ് ഇതിനോടകം കഴിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വി ഡി സതീശൻ പറഞ്ഞ ബാക്കി വീടുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പ്രശ്നം. ഇനിയിപ്പോൾ ഏറ്റവും അവസാനം ബാക്കി വരുന്ന വീടുകൾ KPCC ഇനി സർക്കാരിന് തിരിച്ചെഴുതി കൊടുക്കണം, സർക്കാരിന് KPCCക്ക് തിരിച്ചെഴുതി കൊടുക്കണമെന്ന പണ്ടൊരു സിനിമയിൽ ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, ഗംഗാധരൻ മുതലാളി എന്നൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം പറയുന്ന മാതൃകയിൽ അങ്ങനെ ഒരു വാചകം കൂടി ആകാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് പൂർണ്ണമായേനെ എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ ഇപ്പം റഫീഖ് സമഗ്രമായി തന്നെ സംസാരിച്ചു. എനിക്ക് ഈ വി ഡി സതീശൻ പറഞ്ഞ വാക്കുകളുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് വി ഡി സതീശൻ പറഞ്ഞത് പണിയാൻ കൊടുത്ത കാശിനെ കുറിച്ചായിരിക്കത്തില്ല. മിക്കവാറും അദ്ദേഹത്തിന് ഈ സ്ലിപ്പ് ഓഫ് ടങ്ങോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഫ്രോയിഡിയൻ സ്ലിപ്പ് പോലെ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം. അത് മിക്കവാറും പിരിച്ച കാശിൻ്റെ കാര്യമായിരിക്കും പറഞ്ഞത്. പണം ഒരുപാട് പിരിച്ചായിരുന്നല്ലോ, ആ പിരിച്ചത് പുറത്തു വന്നിട്ടില്ല പലതും. നോക്കൂ, വി ഡി സതീശൻ ഈ സംസ്ഥാനത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ അല്ലെങ്കിൽ ഇന്നൊരു കമൻറ്റ് പറയുമ്പം നമ്മളിവിടെ ഇരിക്കുന്നവർ കുറേ ദിവസങ്ങളായി ഈ വിഷയത്തിൽ പല ഘട്ടങ്ങളിലായി ഈ ചർച്ചകൾ നടത്തിയിരുന്നു എന്ന് അദ്ദേഹം അങ്ങ് മറന്നുപോവാണ്. ഇതാണ് സത്യം. നോക്കൂ, ഞാനും അസിതയും കൂടി ഇരുന്ന ചർച്ചയിലാണെന്ന് തോന്നുന്നു, അതോ മറ്റാരോ ആണെന്ന് എനിക്കറിയില്ല, അസിത തന്നെയാണെന്ന് തോന്നുന്നു. അന്ന് കോൺഗ്രസിൻ്റെ കുറേ നാളുകൾക്ക് മുമ്പാണ് കേട്ടോ, അന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത് സ്ഥലം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു, സ്ഥലം അടുത്ത ആഴ്ച നമ്മൾ ആധാരം എഴുതും. ഞാൻ പറഞ്ഞ ആളുടെ പേരൊന്നും പറയുന്നില്ല, കാര്യം അദ്ദേഹത്തെ ഇപ്പോൾ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. ആ ആഴ്ചകൾ കഴിഞ്ഞിട്ട് ഒരു 6 മാസമെങ്കിലുമായി. ഇതൊക്കെ നമ്മൾ ഈ സംസ്ഥാനത്ത് നമ്മൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാമല്ലോ. നമുക്ക് ഓർമ്മശക്തിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് അൾഷൈമേഴ്സ് ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ലല്ലോ, ഇല്ലേ? നമുക്ക് സംഭവിച്ചാലും കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഇതറിയാമല്ലോ കോൺഗ്രസ് എന്താ ചെയ്തതെന്ന്, എത്രമാത്രം ഫണ്ട് മുക്കി എന്നുള്ളതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ഒരു ചർച്ച ഒരു ഘട്ടത്തിൽ പുറത്തു വന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട് എത്ര ചർച്ച നമ്മൾ നടത്തി. പിന്നെ റഫീഖ് പറഞ്ഞൊരു കാര്യം, ടി സിദ്ദിഖിനെ കോട്ട് ചെയ്ത് റഫീഖ് പറഞ്ഞൊരു കാര്യത്തിനോട് ജനുവരി 10, അതിപ്പം പണ്ടൊരു സിനിമയ്ക്കകത്ത് പറഞ്ഞാൽ എല്ലാ വർഷവും ജനുവരി 10 ഉണ്ടല്ലോ. അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. നോക്കൂ, കോൺഗ്രസ് ഉത്തരവാദിത്തരഹിതമായാണ് പല ഘട്ടങ്ങളിലും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ പറയുന്ന ജനക്ഷേമം താല്പര്യങ്ങളൊന്നുമില്ല. അവർ എങ്ങനെയും അധികാരം പിടിക്കുക, അതിനെന്ത് കള്ളത്തരവും പറയുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ വികസനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടോ ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ചയും അവർ വരാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ബൈപ്പാസ് ചെയ്ത് മറ്റേതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യാൻ താല്പര്യം. ഞാൻ ഈ വീടുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ട് വേറൊരു കാര്യം സൂചിപ്പിക്കാം. ഇതുമായിട്ട് അനുബന്ധം എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും സൂചിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ കർണാടക സർക്കാർ 100 വീടിനുള്ള പണം തന്നു, നല്ല കാര്യം. രാഹുൽ ഗാന്ധി ഇടപെട്ട് തന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ രാഹുൽ ഗാന്ധി ഇടപെട്ട് ഈ കർണാടകത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം റഹീം പോയി, CPMൻ്റെ ഒരു നേതാവ്, പാർലമെൻറ്റ് മെമ്പർ പോയി ഒരു സമരം നടത്തിയല്ലോ. അവിടുത്തെ മനുഷ്യരെ കുടിയിറക്കിയതുമായി ബന്ധപ്പെട്ട് ഒരു സമരം നടക്കുകയും ആ സമരത്തിന് അവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും പിന്നെ ആ വീട് വെച്ച് കൊടുക്കണമെങ്കിൽ അവർ ഓരോരുത്തരും 6 ലക്ഷം രൂപ കൊടുക്കണമെന്നും പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. കുറച്ച് വീട് അവർക്ക് വെച്ച് കൊടുത്തുകൂടെ? ഇത്ര രാഹുൽ ഗാന്ധിക്ക് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എന്തുകൊണ്ടാണ് സിദ്ധരാമയ്യയുടെ സർക്കാർ, കർണാടകത്തിൻ്റെ സർക്കാർ ഈ പറയുന്ന ഒരു നിലപാട് അവിടെ എടുത്തിട്ടുള്ളത്? അതിന് ആ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ സംസാരിച്ച ആളുടെ ഭാഷയ്ക്കായി കുറ്റം, ആ ഭാഷ മോശമായി, ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് സംസാരിച്ചില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ എഴുതി കാണിച്ചു. അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരു താല്പര്യവുമില്ലാതെ, അതാ ഞാൻ നേരത്തെ പറഞ്ഞ, എന്നെ കേൾക്കുന്നവരാലോചിക്കേണ്ട വിഷയമാണ്. റഹീം പോയ സമരം എന്തായിരുന്നു? റഹീം പോയത് അവിടെ കുടിയിറക്കപ്പെട്ടവർക്ക് വേണ്ടി സമരം ചെയ്യാനാണ് പോയത്, അവർക്ക് വേണ്ടി സംസാരിക്കാനാണ് പോയത്. അവിടെ പോകുമ്പോൾ തന്നെ അതിനകത്തെ ഉദ്ദേശം മനസ്സിലായി കഴിഞ്ഞു, അതിനകത്തെ മാനുഷികമായ ഭാഷ പുറത്തു വന്നിരിക്കുന്നു. എന്തിനാണ് പോയതെന്ന് പോയവർക്കറിയാം. ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാലും പറഞ്ഞില്ലേലും എന്ത് പർപ്പസിനാണ് അയാൾ പോയതെന്ന് വ്യക്തമാണ്. ഈ രാജ്യത്തെ ആൾക്കാർക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അയാൾ ഒന്നും പ്രതികരിച്ചില്ല, അയാൾ എന്തിനാ അവിടെ പോയെന്ന് നമുക്ക് മനസ്സിലാകത്തില്ലേ? അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പറയുന്ന സൈബർ ആൾക്കാരുണ്ടല്ലോ, സൈബർ കൂട്ടങ്ങൾ,
അത് റഹീമിൻ്റെ ലാംഗ്വേജിലേക്ക് ചുരുക്കിയിട്ട് സംഭവിച്ചത് എന്താണ്? ആ ചർച്ചയിൽ നിന്ന് വഴിമാറി. ഇവർ ഈ ചർച്ചയിൽ നിന്ന് വഴിമാറുന്ന പരിപാടിയാണ് എല്ലാ കാര്യത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് വയനാട്ടിൻ്റെ കാര്യത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഏതൊരു വിഷയമെടുത്താലും അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു, ഇത് രണ്ടും ഒരു മനോഭാവത്തിൻ്റെ അച്ചിൽ നിന്ന് വരുന്നതാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ കാണണം, അല്ലാതെ ചുമ്മാതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഇവർ പറയുന്ന ഒരു കാര്യത്തിനും എന്ന് വെച്ചാൽ ഒരു കാര്യത്തിനും റീസണബിൾനെസ് ഇല്ല. ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇപ്പം വീട് അധികമാണല്ലോ. ഇപ്പം പണ്ട് ഇതേ വിഷയത്തിൽ തന്നെ ചർച്ച റോണി കെ ബേബി പറഞ്ഞാൽ ഇപ്പോഴാണ് നമുക്ക് സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സ്ഥലം തരില്ല എന്ന് ഡിവൈഎഫ്ഐക്ക് അറിയാമായിരുന്നു. ഡിവൈഎഫ്ഐക്ക് ആ സംശയമില്ലായിരുന്നു സ്ഥലം കിട്ടുമോ ഇല്ലയോ. ഡിവൈഎഫ്ഐ പിരിവ് നടത്തുമ്പം ഡിവൈഎഫ്ഐക്ക് ഈ പറയുന്ന സ്ഥലം കിട്ടില്ല എന്ന് അറിയാമായിരുന്നു. അവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് പണം കൊടുക്കുന്നതിനും അല്ലെങ്കിൽ വീട് പണിയുന്നതിൻ്റെ എഗ്രിമെൻ്റ് ഉണ്ടാക്കി അവർ ആ എഗ്രിമെൻ്റ് പുറത്തു വിട്ടു. ഇവരൊരു സ്ഥലം കിട്ടുമോ എന്ന് ഒരു ആപ്ലിക്കേഷൻ പോലും എഴുതി ചോദിച്ചിട്ടില്ല. എന്നിട്ട് മാനത്തെഴുതി, താങ്കൾ പറഞ്ഞ പോലെ മാനത്തെഴുതി കൂട്ടി തീരുമാനം എടുക്കുക ചെയ്തിട്ടുള്ളത്. സർക്കാർ നിങ്ങൾക്ക് വീട് വെക്കാനുള്ള സ്ഥലം തരുമോ ഇല്ലയോ എന്ന് നിങ്ങൾ എങ്ങനെ അറിയുക? നിങ്ങൾക്ക് അങ്ങനെ ഒരു അപേക്ഷ അവരുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇല്ല, എത്തിയിട്ടില്ല. അപ്പം ചുമ്മാതെ എല്ലാ കാര്യങ്ങളും ചുമ്മാതെ പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ലീഗ് സ്ഥലം എടുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തർക്കങ്ങളും അതൊക്കെ കഴിഞ്ഞല്ലോ. എങ്ങനെയാണ് അത് പറ്റിയത്? ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ശ്രമം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും നടന്നിട്ടില്ല. അവർ ശ്രമിച്ചത് മൊത്തം പിരിക്കാനാണ്. നല്ല വൃത്തിയായിട്ട് പിരിച്ചിട്ടുണ്ട്, പിരിച്ചതെല്ലാം പോക്കറ്റിലും വെച്ചിട്ടുണ്ട്. അത് വി ഡി സതീശൻ പറഞ്ഞതിൻ്റെ പ്രശ്നം നമ്മൾ പറഞ്ഞാൽ അദ്ദേഹം പിരിച്ച കണക്കാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പണിയാൻ ഉദ്ദേശിക്കുന്ന കണക്കാണ് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അതിനെ അങ്ങനെ എടുത്താൽ മതി. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ സംസ്ഥാനത്തെ ജനങ്ങൾ, വയനാട്ടിലെ ജനങ്ങൾ ഈ ബുദ്ധിമുട്ടി നിൽക്കുന്ന ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യം ഈ സർക്കാരിൻ്റെ ബോധ്യവും കൂടിയാണ്. അതിനനുസരിച്ചുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. ഈ പറഞ്ഞ ആൾക്കാരും പണം തന്നിട്ടില്ലെന്നോ അല്ലെങ്കിൽ അവിടെ CPM-ൻ്റെ പ്രോജക്റ്റാണെന്നോ ആർക്കെങ്കിലും അങ്ങനെ പറയാൻ പറ്റുക? ഒരിക്കലും പറയാൻ പറ്റില്ല. സംസ്ഥാന സർക്കാരിൻ്റെ പ്രോജക്റ്റാണ്. DYFI കൊടുത്ത പണവും ഉൾപ്പെടെയുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രോജക്റ്റാണ്. DYFI പണം കൊടുത്തില്ല എങ്കിൽ, യൂത്ത് കോൺഗ്രസ് പണം കൊടുത്തില്ല എങ്കിൽ, കോൺഗ്രസ് പണം കൊടുത്തില്ല എങ്കിൽ, കർണാടകത്തിലെ കോൺഗ്രസ് പണം കൊടുത്തില്ല എങ്കിൽ ഈ സംസ്ഥാന സർക്കാർ പണിയത്തില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനാണോ ധാരണ? ഈ സംസ്ഥാന സർക്കാർ ഇവിടെ ആരും പണം കൊടുത്തില്ലെങ്കിലും പണിയും. പക്ഷേ ഇവരൊക്കെ പണം കൊടുക്കുമ്പം നമ്മൾ അതാ പറഞ്ഞു, ഒരു സംഘടനയുടെ ഒരു റോൾ അത് വഹിക്കുക എന്നുള്ളതൊന്ന്. പിന്നെ ഈ സംസ്ഥാന സർക്കാരിന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളപ്പം അവർക്ക് ഒരു അഡീഷണൽ ഒരു ലീവേ കിട്ടും, ഒരു ശ്വാസം വലിക്കാനൊരു സ്പേസ് കൂടെ കിട്ടും. കേന്ദ്ര സർക്കാർ ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് കൊടുത്തത്? മറ്റ് സംസ്ഥാനങ്ങൾ BJP-യുടെ എന്തെങ്കിലും പൊട്ടിത്തെറിക്കുമ്പം കിട്ടുന്ന കാര്യത്തിൻ്റെ 4 കാശ് നമുക്കിവിടെ കിട്ടിയിട്ടില്ല. അതിനെതിരെ ശബ്ദം ഉയർത്താൻ ആർക്കും ശക്തിയില്ല. ഇവിടുത്തെ പാർലമെൻറ്റ് മെമ്പർമാർ പോകുന്നവർക്ക് ആർക്കും മിണ്ടാൻ താല്പര്യമില്ല. അവർക്ക് എങ്ങനെയും ഏതെങ്കിലും കേസിട്ട് ED-യും CBI-യും ഒക്കെ വരിക എന്നുള്ളത് മാത്രമേ അവരുടെ താല്പര്യങ്ങളുള്ളൂ. ഇത് നമ്മൾ കാണുന്നതല്ലേ. പിന്നെ ഇതല്ല അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ ഈ ന്യായങ്ങളും മുട്ടാത്തർക്കങ്ങളും ഒക്കെ പലപ്പോഴും വിജയിച്ചു പോകുന്നതിന് ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതൊന്നും പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഈ വിഷയം VD സതീശനുമായി ബന്ധപ്പെട്ട ഇന്നത്തെ തർക്കം VD സതീശൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞൊരു ചർച്ച ഇവിടെ നടക്കുമോ? ഞാൻ പറഞ്ഞു ഒരൊറ്റ ചാനലും ചർച്ച ചെയ്യത്തില്ല, കൈരളി മാത്രമേ ചർച്ച ചെയ്യത്തുള്ളൂ. അതേ സ്ഥാനത്ത് ഇത് പറഞ്ഞത് വേറെ ഏതെങ്കിലും ഒരു CPM നേതാവായിരുന്നെങ്കിൽ ഇന്ന് അത് മൊത്തം ചർച്ചയായി ബഹളമാക്കി ഒക്കെ ആക്കിയേനെ. കാര്യം മാധ്യമങ്ങൾ മൊത്തത്തിൽ വിലക്കെടുക്കപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ഈ സാഹചര്യം നിൽക്കുന്നത്. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ പറയുന്നതും എത്താതെ വരുന്ന സാഹചര്യം ഉണ്ട് എന്നും കൂടെ എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കണം. ഞാൻ ആദ്യത്തെ സ്റ്റേജിൽ